ഗായ്സ്, വെൽക്കം ടു ലിറ്റിൽ വ്ളോഗ്സ്. ഇന്ന് ഞാൻ എൻ്റെ ഈവനിങ് റൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് സമയമെടുക്കും. ഞാൻ എന്നും വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടുള്ളത് 1 മണിക്കാണ്. അപ്പോൾ 1:15 ആയിട്ടുണ്ട്. ഞാനൊരു 5 മണി 6 മണി ആകുമ്പോൾ തന്നെ വീഡിയോ ഇടുകയുള്ളൂ. ഇന്ന് മാത്രം, ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ 1 മണിക്ക് തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ വീഡിയോ ആണെങ്കിൽ പറഞ്ഞുതരാം. സ്റ്റഡി, നിസ്കരിക്കണം, പിന്നെ കുളിച്ചിട്ട് നിസ്കരിക്കണം, പിന്നെ ക്രാഫ്റ്റ് ചെയ്യണം. ക്രാഫ്റ്റ് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ആർട്ട് പറഞ്ഞാൽ ഞാൻ ചില്ലും കുപ്പിയിലല്ല ചെയ്യാറുള്ളത്. എനിക്ക് നിറച്ച് ഇപ്പോൾ എല്ലാത്തിലും പരസ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊന്ന് മാറ്റട്ടെ. ഇപ്പം മാറ്റാൻ വയ്ക്കണില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാറ്റട്ടെ. ഇപ്പോൾ 602 സൂര്യ TV ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ എൻ്റെ മാതാവാണ്. എൻ്റെ മാതാവ് എനിക്ക് കാണണം. ഞാൻ രാത്രിയും കാണാറുണ്ട്, രാവിലെയും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഇന്ന് ശനിയാഴ്ച നിറച്ച് സിനിമ ഉണ്ടാവും കേട്ടോ ഉറപ്പ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇനി സിനിമ ഒക്കെ കാണിട്ട്, അപ്പോൾ ഞാൻ ഇനി കുറച്ച് നേരം കണ്ടിട്ട് കാണാം കേട്ടോ. ബൈ. ഞങ്ങളിനി കുറച്ച് നേരം TV കണ്ടിട്ട് കാണാം. ബൈ. മാറ്റിയുണ്ട് വേറെ. ഇത് 90+ മൈ ട്യൂഷൻ ആപ്പിൻ്റെ ഒരു ഇതാണ്. ഈ ആപ്പ് കയറ്റിയാൽ നമ്മൾ സിനിമ പോലെ നമുക്ക് അങ്ങനെ കാണാം കേട്ടോ. ക്ലാസ് അങ്ങനെ എടുത്തു പോകും. അതെല്ലാവരും ഒന്ന് കയറ്റി നോക്കണം കേട്ടോ. മതി. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ കാട്ടണേ, സ്റ്റേജ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ. ഞാൻ കുറച്ച് നേരം സ്റ്റേജിൽ കേട്ടോ. പഠിക്കാൻ ചെയ്യുന്നത് രാത്രിയാണ് എഴുതാറ്. രാത്രി വരെ എടുക്കേണ്ട നിമിഷം അത് എടുക്കുകയും ഞാൻ ഇപ്പോൾ എവിടെ എത്തിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പക്ഷികളുടെ കൗതുകയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതാണ് വായിക്കുന്നത് കേട്ടോ. ഇതാണ് ബീജമൂലത്തിലുള്ള ഇതാണ് വായിക്കുന്നത്. അപ്പം നമുക്ക് വായിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ വായിച്ചിട്ട് കാണാം കേട്ടോ. ബൈ.
അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബൈ. അപ്പോൾ ഞങ്ങളിനി ഒരു സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എവിടേക്കാ വെച്ചാൽ ഞങ്ങൾ ചെടി മേടിക്കാൻ പോവുകയാണ്. ഇവിടെ തന്നെയാണ് കേട്ടോ വീട്. ഞങ്ങൾ ഈ വഴിക്കൂടെ പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങളിനി അവിടേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അവിടേക്ക് പോകുമ്പോൾ കാണാം കേട്ടോ. അവിടെ നല്ല പച്ചപ്പൊക്കെയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ കാണാം കേട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. കൂടെ പോകുന്നത് നോക്കത്തെ പഠിക്കുന്നത് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഞാൻ അവിടേക്ക് ഒന്ന് കാണിച്ചു തരാം. അടുത്ത ചെടികളൊക്കെ അതിന് തൊട്ട് ചെടികൾ തുടങ്ങണം. ഇത് റോസാണ് കേട്ടോ. അത് ചുവപ്പായതാണ്. അപ്പോൾ ഞങ്ങൾ പോയൊക്കെ വന്നു കേട്ടോ. ഇനിയെന്താ, ഇനി ബോട്ടിലാട്ട് ചെയ്യണം, സ്റ്റഡി, നിസ്കരിക്കണം, പിന്നെന്താ ഭക്ഷണം കഴിക്കണം. ഇതന്നെ ഉള്ളൂ. ഒരു ഈവനിങ് റൂട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം എന്തായി, എ ഡേ ഇൻ മൈ ലൈഫായി. എ ഡേ ഇൻ മൈ ലൈഫ് നാളെ ചെയ്യാം കേട്ടോ. അപ്പം എന്താ നിസ്കരിക്കാൻ ഞാൻ ഒന്നെടുക്കട്ടെ കേട്ടോ. ഒന്നെടുത്തിട്ട് കാണാം. ബൈ. ഇത് എൻ്റെ ടേറ്റിയാണ് കേട്ടോ. എൻ്റെ ടേറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇത് പറഞ്ഞുതരാം. ഇംഗ്ലീഷ് കഫേ നമ്മൾ വാട്സപ്പിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. വാട്സപ്പിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഇതാണ് ഇംഗ്ലീഷ് കഫേ. പിന്നെ മൈ ട്യൂഷൻ ആപ്പ് 24 മൈ ട്യൂഷൻ ആപ്പ്. അപ്പോൾ 24 മൈ ട്യൂഷൻ ആപ്പിൽ നമ്മൾക്ക് സിനിമ പോലെ ഇങ്ങനെ ക്ലാസ് കാണാം കേട്ടോ. ഞാൻ നിസ്കരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിനി ഒരു സാധനമാണ് കാണിക്കുന്നത്. ഞാൻ എപ്പോഴും ഇടുന്ന ഒരു യൂസാണ്.
ഫൗണ്ടേഷൻ മേക്കപ്പ് എപ്പോഴൊന്നും ഇടാറില്ല, എന്നാലും എവിടേക്ക് പോകുമ്പോൾ ഇടാറുള്ളൂ. പിന്നെ ഐലൈനറാണ്, വാട്ടർ പ്രൂഫ് ഐലൈനർ. ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അവിടെ എഴുതിക്കുന്ന വാട്ടർ പ്രൂഫ് ഐലൈനർ. ഇതിൽ എത്ര ml ഉണ്ടെന്ന് വെച്ചാൽ 5 ml ആണ്. ഹലോ, അപ്പോൾ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ടാണ്. എൻ്റെ ചില്ലും കുപ്പിയൊക്കെ കഴിഞ്ഞതാണ്. എൻ്റെ അടുത്ത് ചില്ലും കുപ്പി ഉണ്ടായിരുന്നു, ചില്ലും കുപ്പി കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ ഫോൺ കാണുന്ന സ്റ്റാൻഡ്, പിന്നെ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കാനൊരു ഹൈഡ് ആൻഡ് സ്റ്റിക്ക് ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ അയ്യോ, ഞാൻ കളർ എടുക്കാൻ മറന്നു കേട്ടോ. കളേഴ്സ് ഞാൻ പോയി എടുക്കട്ടെ കേട്ടോ, എടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യട്ടെ കേട്ടോ. ഇത് രണ്ടും ഞാൻ ചെയ്തതാണ്, ഇത് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് ചെയ്തതും, ഇത് പിന്നെ എൻ്റെ ആത്ത് ചെയ്തതാണ്. ഇതിന് ഞാൻ ഫ്ലവർ വെച്ചതാണ്. ഇത് രണ്ടും മാറ്റിയേക്കാം. അപ്പോൾ ഞാൻ ഞാനിതൊന്ന് കുറച്ച് കഴിഞ്ഞതുണ്ട്, കുറച്ച് കഴിയാത്തതുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞതും കഴിയാത്തൊക്കെ രീതി തന്നെ വെച്ചിട്ടാണ്. നിറച്ചുണ്ട് ഞാനിതൊക്കെ. ഓക്കെ, ഇതൊക്കെയാണ് ഇതൊന്ന് കൊടുക്കാൻ പോകുന്ന പെയിൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ ഒരു ഒറ്റക്കണ്ണൻ, 2 കണ്ണൻ, 3 കണ്ണൻ പറഞ്ഞാണ്ട് ഒരു ഇതില്ലേ കാർട്ടൂണില്ലേ, ആ കാർട്ടൂണത്തെ ഒരു ആളെയാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതല്ല കേട്ടോ, ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് പഠിച്ചിട്ട് വന്നതാണ്. ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. സ്പോഞ്ച് എടുക്കാൻ മറന്നു കേട്ടോ. സ്പോഞ്ച് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ സ്പോഞ്ച് എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ സ്പോഞ്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്പോഞ്ച്. അപ്പോൾ ഞാൻ അതിന്മേൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ. ചെറിയതെടുക്കണം, വലുതെടുക്കണം, ചെറുതെടുത്താലാവും കേട്ടോ. രണ്ടുണ്ട്. ഇത് നല്ല വലിപ്പമുണ്ട്, ഇത് സ്മോൾ ആണ്. ഇതിലുണ്ടോ നോക്കട്ടെ കേട്ടോ. ഞാനിത് ഉപയോഗിച്ചിരുന്നു. ഇത് ഞാൻ ആദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതിൽ നല്ല പെയിൻ്റ് ഉണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ എല്ലാത്തിക്കും പെയിൻറ്റ് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇതിങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നത്. ഉണ്ട് കേട്ടോ. ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതിൽ അങ്ങനെ പെയിൻറ്റ് നോക്കൂ, പെയിൻറ്റ് അങ്ങനെ വരുന്നില്ല. കാരണം ഈ പെയിൻ്റാണ് എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കൊയിനാടും ഇത് ഒരു ഭാഗത്ത് ഒരു ഇതായിക്കൊണ്ടാണ്, ചെറിയ ഇതായിക്കൊണ്ടാണ്. അവിടെ എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? എന്താണെന്നറിയോ? ഒട്ടി പിടിച്ചിട്ടുണ്ടോ? അത് ഒട്ടി പിടിച്ചിട്ടുണ്ട്. ഇതിക്ക് നമ്മൾ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. നമുക്കൊന്ന് ഇത് കട്ടായി പിടിച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊന്ന്
ആക്കി നോക്കാം. ആവോ അറിയില്ല. പകുതി ഇത് പോയിട്ടുണ്ട് കേട്ടോ, കളർ പോയിട്ടുണ്ടായിട്ട്. ഇനി പുതിയ കളർ മേടിക്കണം കേട്ടോ. കഴിയാനായിട്ടുണ്ട്, എല്ലാ കളറും കഴിയാനായിട്ടുണ്ട്. ബ്രഷൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ തന്നെ ഉണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ആദ്യം നമ്മൾ ഈ മഞ്ഞ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നീല കളർ എടുക്കുക. എന്നിട്ട് അത് ഇതിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുവരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 2 ബാബാ സൂട്ടിൻ്റെ മാരി ഒന്ന് വരച്ച് കൊടുക്കുക. ഞാൻ കാണിച്ചു ആയിരിക്കാം. എൻ്റെ അടുത്ത് കറുപ്പ് കളർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു ദിവസം കള്ളുംകുട്ടിന്ന് ഒരു ചില്ലുകുപ്പിന്ന് ബോട്ടിലാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടില്ല. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഇപ്പോഴായിരിക്കും യൂട്യൂബിൽ ഇടാനൊക്കെ അറിയുന്നത് തന്നെ. ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഒന്നും കൂടി ഒന്ന് കളറ് എടുക്കട്ടെ കേട്ടോ. ഇതിലത്തെ കളർ കഴിഞ്ഞാൽ മറ്റേത് കളറുണ്ട്, മറ്റേത് കളർ കഴിഞ്ഞാൽ ഇതിലത്തെ കളർ. അങ്ങനെയാണ്. ഞാൻ കറുപ്പ് കളർ ഇല്ലാത്തതുകൊണ്ട് എന്താ കാട്ടുന്നത് വെച്ചാൽ ഞാൻ കാപ്പി കളർ കൊടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. കാപ്പി കളർ ഉണ്ട് കേട്ടോ. കാപ്പി കളർ ഞാൻ അങ്ങനെ എടുക്കാറില്ല. കൈമൊക്കെ ആകെ ആയിട്ടുണ്ട്. അങ്ങനെ വെച്ച് കൊടുക്കാൻ നോക്കാം. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഷാളൊക്കെ ആവുന്നുണ്ട്. ഞാൻ ഇപ്പം ഒരു മിനിറ്റ് കേട്ടോ. ഈ മിനിറ്റ്. അപ്പോൾ ഞാൻ സ്ഥലം മാറിയിട്ടുണ്ട്. ഞാൻ അപ്ലൈ ചെയ്യട്ടെ കേട്ടോ. നമ്മൾ സ്വർണ്ണല്ല ഇങ്ങനെ സ്വർണ്ണ കളർ മറ്റിയാൾ അങ്ങനെയൊക്കെ പറയില്ലേ, അതെല്ലാം അതിന് നമ്മൾ അങ്ങനത്തെ തേൾക്കാൻ മേടിക്കില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല വീട്ടിലേക്ക് പോയിരുന്നു. അപ്പം അവരുടെ ഉള്ളിൽ എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. തെളുക്കം 2 റോസ് തെളുക്കവും വെള്ളി തെളുക്കവും എടുക്കുക. 2 പശ, നമ്മളെ പശ ഇല്ല അത് ഫുള്ളെടുത്ത് ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പൗഡർ വിതറുക. നല്ല ബോട്ടിലായിട്ടാവും കേട്ടോ. ആവുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യാൻ വേണ്ട, അല്ലാതെ നമ്മളിങ്ങനെ തേച്ച് കൊടുത്താൽ അത്ര ആവില്ല കേട്ടോ. അങ്ങനെ ആവില്ല. നമ്മൾ ഇവിടെ ഒന്ന് ആക്കി കൊടുക്കട്ടെ. ഇതിൻ്റെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഫുൾ റെഡി. നമുക്ക് നമ്മൾ ഉണങ്ങൊന്നും വേണ്ട. ഉണങ്ങാൻ ഇപ്പോൾ രാത്രി ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വെള്ളത്തൊന്നും ഒരു വെയിലൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ ഒരു ബോട്ടിലാക്കി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിലത്തൊക്കെ കണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എടുക്കുന്നത് നമ്മുടെ ഇതിലും ഇല്ലല്ലോ, ഇത് കൊയിനാടാണ് കേട്ടോ. കാറ്റത്ത് കൊയിനാടാണ്. ഇതിലും ഇല്ല കളർ ഒക്കെ കട്ട പിടിച്ചതാണ്. ഇതിങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ ഒരു കളറുണ്ട്. ഞാൻ ഓരോ പെയിൻറ്റിനും ഓരോ
ഇത് പറിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഇങ്ങനെ ഫുള്ളൊന്ന് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാനൊരു ഇതിന് കുറച്ചാക്കി കൊടുക്കണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ആക്കി കൊടുക്കാൻ പറ്റുന്നില്ല, ഇത് ഒട്ടിപ്പിടിച്ചുകൊണ്ട്. ഇത്ര വരെ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാം, തുടങ്ങാം. പക്ഷേ ഇതിൽ കളറില്ല, അതുകൊണ്ട് ഞാനൊരു നക്കാണ് ഈ കളറ് ഇതൊക്കെ ചീന വാസന ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ വേറെ കളറായിട്ടുണ്ട് കേട്ടോ, വേറെ കളറായിട്ടുണ്ട് ഈ കളറ്. ഇപ്പോൾ ഈ കളറായിട്ടുണ്ട്. നമ്മൾ വയലറ്റ് എന്നൊക്കെ പറയില്ലേ, വയലറ്റ് കാബേജ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി വയലറ്റ് ആയിട്ടുണ്ട്. ഇതിന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. ഞാൻ ഇതത്ര പോകുന്നില്ല, അതുകൊണ്ട് ഞാനൊരു വലിയ കഷ്ണം എടുക്കുകയാണ്. ഇതാണ് വലിയ കഷ്ണം എടുക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മൂടിമേ നിറച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതിന് എന്തൊക്കെയോ വേണം. എന്നിട്ട് എൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. വെള്ളം കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് എന്നാണ് തോന്നുന്നത്. ഇതിനൊരു സ്മെല്ല്, വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ. ഞാനിത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ അവിടെ എന്തൊക്കെ വെച്ചുണ്ടാവും എന്താണെന്നറിയില്ല. ദേവിയാണ് കേട്ടോ. വെച്ചിട്ടാൽ ഇതൊക്കെ ചീന സ്മെല്ലുണ്ട്. ഇതിന് അതും നിങ്ങൾക്ക് കാണിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇടാപാട് വരുന്നത്. ഞാനിത് ഇന്ന് അടുക്കി കൊടുക്കട്ടെ കേട്ടോ. ആക്കി കൊടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ ആക്കി കൊടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ കട്ടായിട്ടോ, എന്തോ ആയി, ഫയലിൽ എന്തോ നിറഞ്ഞു പറഞ്ഞാൽ എന്തോ ആയിട്ടോ, അതുകൊണ്ട് കട്ടായി. അപ്പോൾ ഞാനിനി ഇപ്പം ചെയ്തില്ല, അത് കാണിച്ചല്ല. അതുണ്ടാവിക്കാണ്ട് ഗാലറി നോക്കി ഉണ്ടാവാണ്ട് കേട്ടോ. ഞാൻ മൈ ഫയലത്തെ ഒക്കെ ഒഴിവാക്കുമ്പോൾ കണ്ടു ഉണ്ടാവും. ഞാനിതൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു കേട്ടോ. എനിക്ക് സമയമില്ല, പോയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. സ്റ്റേഡിയാണെങ്കിൽ ഇവനും കുറച്ച് നേരം ടി വി കാണുന്നുണ്ട്. അവർക്ക് ടി വി കണ്ടിട്ട് എനിക്ക് ബോധ്യമാവുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കണ്ടേ. കാണാനില്ല, അത് കാണാനില്ല കേട്ടോ. അത് എടുത്തോണ്ട് പോയതാ, കാണാനില്ല. ഞാനിത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് വെച്ച് വൃത്തികെട്ട സ്മെല്ലാണ് കേട്ടോ. ഇതിന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വൃത്തികെട്ട സ്മെല്ല് വരികയാണ്. പിന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് മറ്റേതായതുകൊണ്ട് അത്ര നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ. എൻ്റെ ബോട്ടിൽ ആർട്ടിന് ഒരു അത്ര ക്ലിയറായിട്ട് ഒന്നും കാണുന്നുണ്ടാവില്ല. അത്ര ക്ലിയറായിട്ട് വരണമെങ്കിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെ മേടിക്കണം. ഫാബ്രിക് പെയിൻറ്റ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, കഴിഞ്ഞതാണ്. ഫാബ്രിക് പെയിൻറ്റ് മേടിക്കും, പക്ഷെ അത് മേടിക്കും. ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അവിടെ പറഞ്ഞിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഇത് പറയാൻ കേട്ടോ. ഏതാനൊക്കെ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നില്ല. ഞാനതൊന്ന് അപ്ലൈ കൊടുക്കട്ടെ. ഞാൻ അപ്ലൈ എൻ്റെ കഴിഞ്ഞിട്ടില്ല.
ഒരുപാടുണ്ടായി ഇപ്പോൾ അവിടെ. ഞാൻ എന്താ പറഞ്ഞത്, അങ്ങനെ ഇപ്പോൾ കളർ കാണാൻ കിട്ടി കളർ കിട്ടി ഇനി നമുക്ക് 2 കണ്ണ് വരച്ചെടുക്കാം. ഇത് നല്ല കണ്ണ് വരക്കാൻ നമുക്ക് ഈ പെയിൻറ്റ് കുറച്ചുണ്ട്. അതിൻ്റെ തീരെ ഇല്ല കേട്ടോ, ഞങ്ങളന്ന് ബോട്ടിലാത്ത ചെയ്ത് ഫുൾ കഴിഞ്ഞു. ഇതിന് പൊട്ടലൊക്കെ ഉണ്ട്, ചെറിയ പൊട്ടലുണ്ട്. അപ്പോൾ ഞാനിനി ഈ കളർ കാപ്പി, നമ്മുടെ സെല്ല് കാപ്പി. ഈ കാപ്പി എൻ്റെ കുറേ ഉള്ളത് കാപ്പി കുറേ ഉണ്ട് കേട്ടോ. കാപ്പി എനിക്ക് കാപ്പി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി കാപ്പി കൊണ്ടുള്ള മത്സരമായിരിക്കാം. കാപ്പി തന്നെ ഉള്ളൂ എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ട് കാപ്പി കൊണ്ടുള്ള മത്സരമായിരിക്കാം എന്ന് പറഞ്ഞത്. ബോട്ടിലാട്ട് കഴിയുമ്പോൾ കാപ്പി എന്തായാലും ഉണ്ടാവും എൻ്റെ കൂടെ. ഞാൻ എവിടെ വരച്ച് കൊടുക്കാൻ ആലോചിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വരച്ചെടുക്കാം. വട്ടം വരച്ച് കൊടുക്കാം. ശരിയാവും എനിക്കറിയില്ല, ശരിയാവും മായിക്കാം അറിയില്ല. ഉള്ളാവും നേര ഞാൻ പറയില്ലേ, നമ്മൾ എന്ത് ശരിയായില്ലല്ലോ അള്ളാവും ആല എന്ന് പറയില്ലേ. ഇതിന് ഒരു വലിയ കണ്ണ്, ഇങ്ങനെ കണ്ണിൽ ഒരു കുത്തിട്ടിട്ടില്ല. തന്നെ ഒരു കണ്ണെടുക്കാം കേട്ടോ. അതേമാതിരി കുത്തുന്ന തന്നെ ഒരു വലിയ കണ്ണ് വെച്ചെടുക്കാം. അപ്പോൾ കണ്ണ് റെഡി. കണ്ണത്ര ഉഷാറിൻ്റെ കണ്ണിന് ഇത്ര രസമില്ല കേട്ടോ. എൻ്റെ കറുപ്പില്ല, അതുകൊണ്ടായിരുന്നു. സോറി, കറുപ്പില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇത് എന്താ കാട്ടുക, ഇത് വെള്ളം വേണ്ട. അപ്പോൾ ഞാൻ വെള്ളം കൊണ്ടായിട്ട് അപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാതെ പോയിട്ട് പിന്നെ ഇതായി തോന്നിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെ കളറുണ്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കണ്ണ് വരച്ചു കൊടുക്കാൻ ഏതെടുക്കാം? നമുക്ക് പച്ച എടുത്താലോ, അത് മഞ്ഞ എടുക്കണോ, അത് റോസ് എടുക്കണോ? സംശയമായി ഏതെടുക്കണം, സംശയമായി. ഇതൊക്കെ കട്ടിപ്പിടിച്ചിരിക്കണം. ഇതിന് വേണ്ടി വെള്ളം കൊണ്ടുവരണമല്ലോ. എന്ത് ചെയ്യാം? നമുക്കൊന്ന് കൈയായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് നോക്കാം. യെസ്, ഈ മണ്ട് കേട്ടോ. ഇതിന് കുറച്ച് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇങ്ങനെ എടുക്കാം. നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. വെള്ള കാപ്പിക്ക് ചേരുന്നുണ്ട്. കാപ്പി വെള്ളക്ക് ചേരുന്നുണ്ട് ഒക്കെ പറയും. ഇങ്ങോട്ട് വാ. അങ്ങനെ വെച്ച് ഞാനൊന്ന് വെള്ള കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. ഇവിടെ ഇരിക്കാം. ഇതാണ് എൻ്റെ അനിയൻ ഷമ്മാസ്, മുഹമ്മദ് ഷമ്മാസ്. പേര് റിച്ചു ആണ്, ഓമനപ്പേര്. അങ്ങനെ ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് രാവിലെ ഇവിടെ എന്താ വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ അവന് എന്താ ഇപ്പോൾ കൺമഷി ഇട്ട് കുത്തിയിരുന്നായിട്ട് കേട്ടോ. ഞാൻ അവിടെ ഇരിക്കുകയാണ്.
ബിക്കറ്റ് വേണം ആദ്യം എടുക്കാം. ബിക്കറ്റ് വേണം ഞാൻ കണ്ണ് വരച്ചു കൊടുക്കട്ടെ ഇതിന്. ഇങ്ങനെ 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 ആട്ടാൻ അപ്പോഴാ ഒരു ഇത് കിട്ടുള്ളൂ. ഇങ്ങനെ 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 ആക്കി കൊടുക്കാൻ. നമുക്കിനി ഇവിടെ എന്താ പറ്റാം, നമുക്കിനി ഇങ്ങനെ 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 ആക്കി കൊടുത്തിട്ട് ഇത് കയ്യിൽ ഇങ്ങനെ കെട്ടുക. എന്നിട്ട് നമ്മൾ വലിച്ചു കൊടുക്കാം. ഞാനിത് വലിച്ചു കൊടുക്കട്ടെ. അത്ര സെയിമാണില്ല കേട്ടോ. അപ്പോൾ ഇത് റെഡി. ഇനി എന്തായിരുന്നു, ഇനി രണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക, ഇങ്ങനെ വരച്ചു കൊടുക്കല്ലേ. അത് നമുക്ക് ഏതാ യൂസ് ചെയ്യുക? നമ്മുടെ സ്വന്തം കാപ്പിക്കുട്ടൻ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിത് കൈയായിട്ടൊന്ന് മാറ്റാണ് കാപ്പിക്കുട്ടനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ എന്തൊക്കെയോ വെച്ച് വന്നു. ഇങ്ങനെ 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 ആക്കി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ 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 ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു പറഞ്ഞില്ലേ, എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു പറഞ്ഞില്ലേ. ആ വീട്ടിൽ കുറേ ചെടികളുണ്ട്. ഞങ്ങൾ കുറച്ച് മേടിച്ച് കൊടുക്കും കേട്ടോ. കുറേ ചെടികളുണ്ട്. അപ്പോൾ ആ കുറേ ചെടികളുള്ള പല്ലാങ്കുന്ന് എന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എന്ന് പറഞ്ഞാൽ വേറെ ആൾക്കാരോട് ചോദിച്ചാൽ പല്ലാങ്കുന്ന് എന്ന് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ അവിടെ പോയി എന്തായാലും മേടിക്കണം കേട്ടോ. അവിടെ ഡോൾ കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, പലതരം കേക്കാണ് ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ബേഡയ്ക്ക് അവിടെ നിന്നാണ് കേക്ക് മേടിക്കുന്നത്, ഓർഡർ ചെയ്യുന്നത്. പിന്നെ ഞാനെന്നും വീഡിയോയിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾക്കറിയില്ലേ? 1 മണി ആരും ഇടാത്തതാണ്. അപ്പോൾ എനിക്ക് തോന്നി 5 മണിക്ക് ഇട്ട അൺബോക്സിൻ്റെ കൂടെ ഇടുന്നതല്ലേ, അപ്പോൾ നമുക്ക് അൺബോക്സിൻ്റെ കൂടെ ഇടാം. അപ്പോൾ നമുക്ക് 1 മണിക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഇത് കോയിനാണ് കേട്ടോ, എനിക്ക് നീളെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ഥലത്ത് ചായ വെക്കാം. ഇതിൻ്റെ സ്ഥലത്ത് വെക്കാൻ ഒരു സ്ഥലമല്ല കാണണ്ട. അവിടെ പെയിൻ്റ് ആയിട്ടുണ്ട്, കുറച്ച് പെയിൻ്റായിട്ടുണ്ട്. ഞാനത് പറഞ്ഞു കൊടുത്തിട്ടു എൻ്റെ ഇത് കണ്ടിട്ട് എനിക്ക് ഏറെ കിടക്കുന്നുണ്ട്. ഈ ഷാളും ഈ പെയിൻറ്റും ഒക്കെ പാടായിട്ട് എനിക്ക് ടി വി കാണാൻ പോലെയായിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാനാകുക. ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോ എടുക്കാനായിരുന്നു. അപ്പം നമ്മുടെ ഇത് റെഡിയായി. പിന്നെ നീല പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഇങ്ങനെ വേറൊരു കളറായിട്ട് വെച്ച് കൊടുക്കാം. ഒരു വെറൈറ്റി ആവില്ല, വെറൈറ്റി. അയ്യോ ഇപ്പം അയ്യോ ഇതില്ല, നമുക്ക് ഇവിടെ പറ്റും. ഇങ്ങനൊരു സാധനം വെച്ചു. ഇതിനൊരു വെറൈറ്റി ആക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ്. കളറില്ലാത്തോട്ടോ വെറൈറ്റി ആക്കേണ്ടത് പറയുന്നത്. അപ്പോൾ നമുക്ക് വെറൈറ്റി ആക്കണം. അപ്പോൾ ഞാനിനി കളർ കൊടുത്തിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് എൻ്റെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നോക്കൂ, ഇതാണ് ബോട്ടിൽ. അപ്പോൾ അവനെന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അടുത്ത
അടുത്ത വീഡിയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ബൈ. ഇതിപ്പോൾ തിരക്കിടുകയാണ് കേട്ടോ. എല്ലാവരും കൂടിയും ഉപ്പും മുളകാണ് കാണുന്നത്. ഞാൻ ചോറ് കൊണ്ടുവരട്ടെ കേട്ടോ. ചോറ് കൊണ്ടിട്ട് കാണാൻ പറ്റും.